ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 40ാമത്തെ എപ്പിസോഡാണ്. ഈ വീഡിയോയും ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ്. അതിനുശേഷം ട്രെയിനിൽ കയറി കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യാമെന്നും കരുതുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് ഈ വീഡിയോയിലും പറയാൻ സാധിക്കില്ല. വീഡിയോ പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടി അല്പം ചെറുതാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് സാങ് ഹെവൻലി ഗോഡിൻ്റെ മകളോട് PPA ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നതാണ്. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ അത് അനുസരിച്ചില്ല. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് യേഹോങ്യുവിനെ ഫോളോ ചെയ്യുന്ന നിൻകെയാണ്. എന്നാൽ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അത് തനിക്ക് പരിചയമുള്ള ഒരു ബ്രത്താണെന്നും യേഹോങ്യുവിന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുകയും അത് നിൻകെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ ഒച്ച വെച്ച് ആളെ ആരെയും കൂട്ടുന്നില്ല. പകരം അവനോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്തിനാണ് അവളെ ഫോളോ ചെയ്യുന്നതെന്നും അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവന് ആപത്താണ്, ഉടനെ തന്നെ തിരികെ പോകാനും ഒക്കെ യേഹോങ്യു പറയുന്നു. എന്നാൽ നിൻകെ പറയുകയാണ്, ഞാൻ PPA രക്ഷിക്കുന്നതിന് വേണ്ടി വന്നതാണ്, നിന്റെ സഹോദരനായിട്ടുള്ള PPA. എന്നാലാവുന്നതിലും വിധം ഞാൻ പരിശ്രമിച്ചു, പക്ഷേ എന്നെക്കൊണ്ടാവുന്നില്ല. അതുകൊണ്ട് നിന്റെ സഹായം വേണം. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുമല്ലോ കുട്ടിക്കാലത്തെ. എന്നാൽ ആ ഓർമ്മകളൊക്കെ താൻ മറക്കാൻ ശ്രമിക്കുകയാണെന്ന് യേഹോങ്യു പറയുന്നു. അപ്പോൾ നിൻകെ പറയുകയാണ്, നിന്റെ മറ്റേ സഹോദരനെ ഞാൻ കണ്ടിരുന്നു. ഉടനെ യേഹോങ്യു അവൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു. അവനിപ്പോൾ താവോയിസം ഒക്കെ വിട്ട് ലോകത്തെക്കുറിച്ചുള്ള പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് നിൻകെ പറയുന്നു. യേഹോങ്യു അപ്പോൾ പറയുകയാണ്, അതവന് കൂടുതൽ ഡേഞ്ചറസ് ആയിരിക്കും. എന്തൊക്കെ വന്നാലും നീ ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. കാരണം പ്രകാശത്തിൻ്റെ പുത്രി എല്ലാം തന്നെ അറിയും. അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും നമുക്കാർക്കും ഊഹിക്കാനാകില്ല. അതുകൊണ്ടാണ് ഞാൻ പോലും ഇപ്പോൾ നിന്നെ കൊല്ലാത്തത്. ഹെവൻലി ഗോഡിൻ്റെ മകൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിൻകെ വേറെ നിവർത്തിയില്ലാതെ അവിടെ നിന്ന് പോകുന്നു. അത് തന്നെ വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് യേഹോങ്യു. അവൾക്ക് സഹായിക്കാനൊന്നും സാധിക്കുന്നില്ലല്ലോ. യേഹോങ്യു വർത്തമാനത്തിലൊരു ദുഷ്ടയാണെങ്കിലും ആളൊരു പാവമാണ്. പിന്നെ കാണിക്കുന്നത് യേഹോങ്യുവിൻ്റെ ആ സഹോദരൻ ലൂബായിയെ കാണാൻ വന്നിരിക്കുന്നതാണ്. അവനോട് യാത്ര പറയാനാണെന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് നീ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ലൈറ്റ് ഹാളിൽ നടക്കാൻ പോകുന്ന ആ മീറ്റിങ്ങിലേക്കാണെന്ന് പറയുന്നു. എൻ്റെ യങ്ങർ ബ്രദറിനെ രക്ഷിക്കാനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്നും അവൻ പറയുന്നുണ്ട്. അപ്പോൾ നീ താവോയിസത്തെ വഞ്ചിക്കാൻ പോവുകയാണോ എന്ന് ലൂബായി ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ആദ്യം ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നത്, പക്ഷേ താവോയിസം ഒക്കെ തെറ്റാണ്. അതിനുശേഷം അതിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള അവൻ്റേതായിട്ടുള്ള ഐഡിയകൾ പറയുന്നു. ഫൂസി ഹെവൻലി ഗോഡിൻ്റെ മകളോട് പോലും ഫൈറ്റ് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ പ്രവൃത്തികളും ചെയ്യണ്ടേ? അതായത് ലോകത്തിന് ഉപകാരമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നായിരിക്കണം അവൻ ഉദ്ദേശിച്ചത്. ഫൂസി ചെയ്ത ആ വലിയ കാര്യം പോലെ തന്നെ. എന്നാൽ അത് ഒറ്റയ്ക്ക് നിനക്ക് സാധിക്കുമോ എന്ന് ലൂബായി ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ലൈറ്റ് ഹാൾ കോൺഫറൻസ് ഒക്കെ ചതിയാണ്. ലോകത്തെയും മനുഷ്യരെയും ഭരിക്കാനുള്ള അവരുടെ ഒരു അടവ് മാത്രമാണ് ആ ലൈറ്റ് ഹാൾ കോൺഫറൻസ്. ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ പ്രവർത്തിച്ചേ മതിയാകൂ. ഞാൻ യൂസ്ലെസ് ആയിരിക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ വാളുണ്ടല്ലോ, അതിനുള്ള ധൈര്യവുമുണ്ട്. അപ്പോൾ ലൂബായി പറയുകയാണ്, ഇതേ വാക്കുകൾ തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് വന്ന ഷിയൂഷുവും പറഞ്ഞത്. അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എൻ്റെ വാളുകളാണ്. അങ്ങനെയെങ്കിൽ തനിക്കും ലൂബായിയുടെ വാള് വേണമെന്ന് അവൻ പറയുന്നു. എന്തിനാണ് എൻ്റെ വാളെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, മനുഷ്യരുടെ ലോകത്ത് ഹെവൻലി ഗോഡിനെ നേരിടാൻ ആ വാളുകൊണ്ടല്ലാതെ പിന്നെ ഏത് വാളുകൊണ്ടാണ് സാധിക്കുക? അപ്പോൾ ചിരിച്ചുകൊണ്ട് ലൂബായി പറയുകയാണ്, 3 പേർക്കാണ് ഇതിനു മുമ്പ് എൻ്റെ വാള് ഞാൻ കൊടുത്തിട്ടുള്ളത്, യേഹോങ്യുവിനും ഫൂസിക്കും ഷിയോഷുവിനും. എന്നാൽ നിനക്കിപ്പോൾ എൻ്റെ വാള് ഞാൻ തരികയാണെങ്കിൽ താവോയിസത്തിൽ തന്നെ ആയിരിക്കും നീ അത് വെച്ച് കൊല്ലാൻ പോകുന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, ആ വാള് വെള്ളത്തിൽ കിടന്ന് വെറുതെ തുരുമ്പ് പിടിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ആവശ്യത്തിന് അത് ഉപകരിക്കുന്നത് അല്ലേ? ഈ സമയം ലോകത്തിന് നിങ്ങളെ വളരെ അത്യാവശ്യമാണ്. ലൂബായി അപ്പോൾ പറയുകയാണ്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ താവോയിസം എന്താണെന്ന് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിടുകയാണ് ലൂബായി. അവന് ആ വാള് കൊടുക്കുന്നില്ല. അവൻ പോയതിന് ശേഷം വെള്ളത്തിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന അവൻ്റെ ആ വാളിന് ലൂബായി ഒന്ന് നോക്കുന്നതായി കാണിക്കുന്നു. സ്വന്തം വാള് തന്നെയാണ്. പിന്നെ തടവറയിൽ കിടക്കുന്ന PPയെ കാണിക്കുന്നു. PP ചിന്തിക്കുന്നത് അവനെക്കുറിച്ച് തന്നെയാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ തന്നെ ഒരു ഇരയായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. താൻ കാരണം അക്കാദമിയിലുള്ളവരും തൻ്റെ പ്രിയപ്പെട്ടവരുമൊക്കെ മരിക്കാൻ പോവുകയാണ്. ഇല്ല, അതിന് അനുവദിച്ചുകൂടാ. അതും പറഞ്ഞുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അരയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന അവൻ്റെ കയറൂരി മുകളിൽ കെട്ടി എങ്ങനെയോ അതിൽ കെട്ടിത്തൂങ്ങി ചാകാൻ പോവുകയാണ് അവൻ. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരുകൾ ഓരോരുത്തരുടെയായി എടുത്തു പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവൻ മരിക്കാൻ പോകുന്നത്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ കരഞ്ഞതിന് ശേഷം അവൻ കല്ല് തട്ടി മാറ്റി മരിക്കാനൊരുങ്ങുന്നു. എന്നാൽ ആ കയറ് കഴുത്തിൽ കുരുങ്ങി അവൻ മരിച്ചില്ല. ഒരു ശക്തി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അവനിപ്പോൾ എയറിൽ നിൽക്കുകയാണ്. അത് ഹെവൻലി ഗോഡിൻ്റെ മകളുടെ ശക്തി തന്നെയാണ്.
അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മതിലുകളിൽ സ്വയം തലയിടിച്ചുകൊണ്ട് മരിക്കാൻ അവൻ ഒരുങ്ങി. അതിനുവേണ്ടി പാഞ്ഞു വന്ന് മതിലിലേക്ക് അവൻ പല പ്രാവശ്യവും വീണതാണ്. എന്നാൽ ഒരു പരിക്ക് പോലും ഏൽക്കാതെ അവൻ തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. പല പ്രാവശ്യവും ആ പ്രവൃത്തികൾ അവൻ ആവർത്തിച്ചുവെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. അതിനുശേഷം സ്വന്തം ജീവൻ എടുക്കുന്നത് പോലും എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പൊട്ടിക്കരയുന്നു. അപ്പോഴേക്കും ഹെവൻലി ഗോഡ് അവിടെ എത്തിയിട്ട് പറയുകയാണ്, ഞാൻ അനുവദിച്ചാലല്ലാതെ നിനക്ക് മരിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ പി പറയുകയാണ്, ഇല്ല, ഞാൻ ഒരിക്കലും നിന്റെ ഇരയാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കാരണം മരിക്കാൻ ഇടയാവുകയില്ല. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നീ മരിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളായിരിക്കും മരിക്കാൻ പോകുന്നത്. നിന്റെ ഫാദറും നിന്റെ മൂത്ത സഹോദരനും അതേപോലെ തന്നെ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷിയോതാങ്ങും. അത് കേട്ടപ്പോൾ പിക്ക് ഒരുപാട് വിഷമമായി. അവൻ കരഞ്ഞു പോവുകയാണ്. അതിനുശേഷം ഹെവൻലി ഗോഡിൻ്റെ മകൾ തുടർന്ന് പറയുകയാണ്, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർ എല്ലാവരും തന്നെ സേഫ് ആയിരിക്കും. അവർ ദീർഘനാൾ ജീവിക്കും. അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ് പി ഇപ്പോൾ. ഹെവൻലി ഗോഡിൻ്റെ മകൾ പോകാൻ ഒരുങ്ങിയപ്പോൾ സാങ്സാങ്ങും അവിടെ പ്രത്യക്ഷമായിട്ട് വളരെ വിഷമത്തോടെ പി ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ സാങ്സാങ്ങിന് എന്ത് ചെയ്യാൻ സാധിക്കും? എങ്കിലും സാങ്സാങ് ഒരു ട്രൈ നടത്തുന്നുണ്ട്. സാങ്സാങ് പറയുകയാണ്, അവൻ ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറക്കരുത്. അവൻ മനസ്സിൽ ഒരുപാട് നന്മയുള്ളവനാണ്. അവനെ കൊല്ലുകയാണെങ്കിൽ മാനുഷികതയെ നമ്മൾ കൊല്ലുന്നത് പോലെയാണ്. ലോകത്ത് പിന്നീട് കരുണയുണ്ടാകില്ല. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഇത്തരത്തിലുള്ള യൂസ്ലെസ് ആയിട്ടുള്ള ഇമോഷൻ നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ഇല്ലാതാക്കണം. സാങ്സാങ് അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇമോഷൻസ് യൂസ്ലെസ് അല്ല. മറ്റുള്ളവർക്ക് ഇമോഷൻസ് ഒരു ആശ്വാസമാണ്. നിനക്ക് എല്ലാവരെയും കൊല്ലാൻ സാധിക്കില്ല. ആ ഇമോഷൻസ് കാരണം ആരെങ്കിലും നിനക്ക് എതിരെ നിൽക്കും. പിയുടെ രക്ഷകനായിട്ട് എൻ്റെ യങ് മാസ്റ്റർ വരും. സ്നേഹമെന്ന ഇമോഷനാണ് എന്നെയും എൻ്റെ യങ് മാസ്റ്ററിനെയും ഒന്നിപ്പിക്കുന്നത്. ആ സ്നേഹം തന്നെയായിരുന്നു ഫൂസിക്ക് ഈ ലോകത്തോടുണ്ടായിരുന്നത്. എല്ലാത്തിനെയും നീ നശിപ്പിക്കാൻ നോക്കിയാൽ അവസാനം നീ ഒറ്റയ്ക്കാവുകയേ ഉള്ളൂ. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ്, ഒറ്റയ്ക്കായാലും എന്താണ് പ്രശ്നം? ആരുടെയെങ്കിലും സപ്പോർട്ട് വേണ്ടത് പുഴുക്കൾക്കാണ്. സാങ്സാങ് അപ്പോൾ പറയുകയാണ്, അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. പരസ്പരം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ആശ്വാസം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ശേഷം നിങ്കയുമായിട്ടുള്ള ഓർമ്മകൾ സാങ്സാങ് പറയുകയാണ്. സാങ്സാങ്ങിനെ നിങ്കെ എടുത്തു നടന്നതും നിങ്കയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചും അങ്ങനെ നിങ്കയുമായിട്ടുള്ള കുറേ ഓർമ്മകൾ ഓർത്തെടുത്ത് പറഞ്ഞ് കരയുകയാണ് സാങ്സാങ്. എല്ലാ സ്ഥലങ്ങളിലും സാങ്സാങ് നമ്മൾ എന്നാണ് യൂസ് ചെയ്തത്. കാരണം അവർ രണ്ടുപേരും രണ്ടല്ലല്ലോ, ഒന്നാണല്ലോ. എന്നാൽ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ അത്തരം വൃത്തികേടുകളൊക്കെ നിർത്താൻ പറയുന്നു. അതുകൂടാതെ ഹെവനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അതെല്ലാം നീ മറന്നോളും എന്ന് പറയുമ്പോൾ വിഷമത്തോടെ നന്നായിട്ട് കരഞ്ഞിട്ട് സാങ്സാങ് പറയുകയാണ്, ഇല്ല, ഇത്തരം ഓർമ്മകളൊക്കെ ഒരിക്കലും മറക്കില്ല. അത് തന്നെ അവൾ ആവർത്തിച്ച് പറഞ്ഞ് കരയുമ്പോൾ അവളുടെ കണ്ണുനീരെടുത്തുകൊണ്ട് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, ഇന്നത്തെ രാത്രി ഇത്തിരി ഹാർഷായിരിക്കും, ഇത്തിരി ക്രൂരമായിരിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതിനുശേഷം ഹെവൻലി ഗോഡിൻ്റെ മകൾ അവിടുന്ന് പോയി കഴിയുമ്പോൾ സാങ്സാങ്ങിൻ്റെ മനസ്സിലേക്ക് കുറേ ഓർമ്മകളൊക്കെ വരുന്നു. നിങ്കയെക്കുറിച്ചും ഫൂസിയെക്കുറിച്ചുമൊക്കെ. അവരെക്കുറിച്ചുള്ള ആ ഓർമ്മകളെല്ലാം ഓർത്തെടുത്ത് പൊട്ടിക്കരയുകയാണ് സാങ്സാങ്. പിന്നെ അക്കാദമിയിലുള്ളവരും അവരുടെ മിഷനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതായി കാണിക്കുന്നു. ഫസ്റ്റ് ബ്രദറും സെക്കൻഡ് ബ്രദറും അങ്ങനെ എല്ലാവരുമൊക്കെ. പിയെ തേടി ഓടി വന്നുകൊണ്ടിരിക്കുന്ന ഷിയാതാങ്ങിൻ്റെ മനസ്സിലേക്കാകട്ടെ പിയെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളും വരുന്നുണ്ട്. അതും ഇവിടെ കാണിക്കുന്നു. പോകുന്നതിന് മുമ്പ് നീ എന്ന് വരും, നീ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ ഷിയോതാങ് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ എന്ന് വരുമെന്ന് പറഞ്ഞതിന് ശേഷം അവൻ പറയുകയാണ്, പക്ഷേ എനിക്ക് ലവ് സിക്നെസ് ആയിരിക്കും ഇവിടുന്ന് പോയതിന് ശേഷം. അത് കേട്ട് ഷിയോതാങ്ങിന് ചെറുതായിട്ട് നാണം വരുന്നുണ്ടെങ്കിലും അവൾ പറയുകയാണ്, നീ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോൾ വിഷമത്തോടെ പി അല്പം മുന്നോട്ട് നടന്നിട്ട് തിരികെ വന്നിട്ട് പറയുകയാണ്, ഞാൻ കളി പറയുകയാണെന്നാണോ നിന്റെ വിചാരം? അതിനുശേഷം അവളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞിരുന്നു. അവളും അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ലൈറ്റ് ഹാളിൻ്റെ ആ കോൺഫറൻസ് നടക്കാൻ പോകുന്നു. പിയെ പ്രത്യേക രീതിയിൽ ആനയിച്ചാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിയെ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് വേണ്ടി വലിയൊരു സ്ക്വയറിലുള്ള പീഠം തന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പിയെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. യേഹോങ്യു അപ്പോൾ അവിടെ വന്നിരിക്കുന്ന നിങ്കയെ കാണുന്നുണ്ട്. നിങ്ക അപ്പോൾ അരുത് എന്ന രീതിയിൽ യേഹോങ്യുവിനോട് തലയാട്ടുന്നു. ഷീലിങ്ങിൻ്റെ അധികാരി അപ്പോൾ ഉച്ചത്തിൽ ഹെവൻലി ഗോഡിൻ്റെ മകളോട് എന്ന പോലെ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകളാകട്ടെ ലൈറ്റ് ഹാളിൻ്റെ ഉള്ളിലാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ അത് കേൾക്കുന്നത് പോലെ അവൾ മുന്നോട്ട് വരുന്നു.
എന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു വിശ്വാസം ഉണ്ടായിരിക്കും അവനെ ആരെങ്കിലും രക്ഷിക്കുമെന്ന്. അതുകൊണ്ടാണോ എന്നറിയില്ല. വളരെ കൂളായിട്ടാണ് പി അവിടെ ഇരിക്കുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കണ്ണടച്ച് അവൻ നോക്കുന്നു. ഷീലിങ്ങിന്റെ അധികാരിയും മറ്റുള്ളവരും പ്രകാശം വിജയിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നതായി കേൾക്കാം. അതവൻ നിരീക്ഷിക്കുന്നതായും കാണിക്കുന്നു. ഇതേ സമയം തന്നെ ആ പരിപാടി തുടങ്ങിയെന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ കുടിയനും അറവുകാരനും മനസ്സിലായി. കുടിയൻ പറയുകയാണ്, ആ പരിപാടി തുടങ്ങാൻ പോവുകയാണ്, നമ്മൾ അങ്ങോട്ട് പോണോ? അറവുകാരൻ പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ നമ്മളെ വിളിച്ചോളും. വെറുതെ അങ്ങോട്ട് പോയി നമ്മുടെ ജീവൻ കളയണ്ട. ചിരിച്ചുകൊണ്ട് കുടിയനും അതിനോട് യോജിക്കുന്നു. വീണ്ടും ലൈറ്റ് ഹോൾ പാലസിലെ ആ പരിപാടി കാണിക്കുന്നു. ഒറ്റക്കണ്ണ് അടച്ചുകൊണ്ട് മാത്രം അവർ ചെയ്യുന്നതെല്ലാം പി നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു കൈ ഉയർത്തി തനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്ന് പി പറയുന്നു. ആശ്ചര്യത്തോടെ നിക്കിയും എല്ലാവരും തന്നെ അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കാതോർത്തിരുന്നു. എന്നാൽ പി പറയുകയാണ്, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. അത് കേട്ട് നിക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്. കാരണം ചിരി വരുന്നത് പോലെയായിരുന്നു അവൻ്റെ ആ ഉത്തരവ്. ദുഷ്ടനായിട്ടുള്ള ആ കമാൻഡർ പറയുകയാണ്, നീ എന്തായാലും മരിക്കാൻ പോവുകയാണ്, എന്നിട്ടും വെള്ളം വേണോ? ഇവിടെ വെച്ച് തന്നെ നിന്നെ കൊല്ലുകയാണ് വേണ്ടത്. പി അപ്പോൾ പറയുകയാണ്, ഷീലിങ്ങിൽ നിന്ന് അല്പം മര്യാദ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹെവൻലി ഗോഡ് തെരഞ്ഞെടുത്ത പ്രകാശത്തിന്റെ ദൂതനാണ് ഞാൻ. വേറെ നിവർത്തിയില്ലാതെ ഷീലിങ്ങിന്റെ അധികാരി അവന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ പറയുന്നു. ആദ്യം ഒരു പ്രാവശ്യം കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും അവൻ വെള്ളം വേണമെന്ന് പറയുമ്പോൾ വീണ്ടും വെള്ളം കൊടുക്കുന്നു. അതിനുശേഷം യേഹോങ്യുനോട് എന്ന പോലെ പി പറയുകയാണ്, നിനക്ക് ഒട്ടും മനസാക്ഷിയില്ലേ? നമ്മുടെ കുട്ടിക്കാലമൊക്കെ നീ മറന്നോ? നമ്മുടെ സഹോദരൻ പാൻ കേക്ക് 5 എണ്ണം കൊണ്ടുവന്ന് വരുമ്പോൾ നിനക്ക് 3 എണ്ണം തരുമായിരുന്നു ഞാൻ. നിന്നോട് എന്ത് ക്രൂരത ചെയ്തിട്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? യേഹോങ്യുവിന് അത് കേട്ട് അല്പം വിഷമമാകുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നതായി കാണാം. നിക്കിക്കും അതൊക്കെ കേട്ട് കഴിയുമ്പോൾ വിഷമമാകുന്നു. അതിനുശേഷം പി അത് തുടരട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം ഷീലിങ്ങിന്റെ അധികാരി എന്തൊക്കെയോ ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു പ്രകാശം വന്ന് പിയെ മൂടുകയാണ്. ആ ഒരു ശക്തിയാൽ പിക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുന്നുണ്ട്. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നതിനുള്ള പ്രക്രിയയാണത്. നിങ്കെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഒന്നും ചെയ്യാതെ പ്രതികരിക്കാതെ നിൽക്കുന്നതെന്ന് അറിയില്ല. ഇതേ സമയം തന്നെ ഷിയോതാങ് അവിടെ എത്താറായിട്ടുണ്ട്. അതും കാണിക്കുന്നു. പി എന്ന് വിളിച്ചുകൊണ്ട് അവൾ അവിടെ ഓടിയെത്തുമ്പോഴേക്കും അംഗരക്ഷകർ അവളെ വളഞ്ഞിരുന്നു. സഹതാപത്തോടെയാണ് നിങ്കെ അത് നോക്കി നിന്നത്. അപ്പോഴേക്കും ആ പ്രക്രിയക്ക് തടസ്സം വന്ന് പ്രകാശം പി അങ്ങനെ ആക്രമിക്കുന്നത് നിൽക്കുന്നു. ഷീലിങ്ങിന്റെ അധികാരിയുടെ ശ്രദ്ധ ഷിയോതാങ്ങിലേക്ക് പോയതുകൊണ്ടാണ്. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, അക്കാദമിയിൽ നിന്നുള്ളവളല്ലേ, അവളെ ഇത് കാണാൻ അനുവദിച്ചാലും. ഷിയോതാങ് അതിനുശേഷം ഓടി പിയുടെ അടുത്തേക്ക് വരുമ്പോൾ പി ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം രഹസ്യമായിട്ട് ഷിയോതാങ്ങിന്റെ ചെവിയിൽ ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ? നിക്കി ഇതേ സമയം ചിരിച്ച് ആത്മകഥം ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ പോലും അവനൊട്ടും പാനിക്കല്ലല്ലോ. അതിനുശേഷം പി ഷിയോതാങ്ങിനോട് ചോദിക്കുകയാണ്, നിനക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. അത് കുടിച്ചതിന് ശേഷം ഷിയോതാങ് പറയുകയാണ്, ഇത് എൻ്റെ പുരുഷനാണ്, ഇവനെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ആരാണ് ഇവനെ തൊടാൻ പോകുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പിയുടെ കൈക്ക് പിടിച്ച് അവനെയും കൊണ്ട് ഷിയോതാങ് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നു. ഉടനെ തന്നെ ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, നിനക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഷിയോതാങ് പറയുകയാണ്, അക്കാദമിയിലെ 3rd സിസ്റ്ററിനോട് തോറ്റ ഒരു ലൂസറായിട്ടുള്ള നിനക്ക് അത് പറയാനുള്ള വോയിസ് ഇല്ല. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, ഫൂസിയോ അക്കാദമിയിലെ ശിഷ്യരിൽ ആരെങ്കിലോ ഇവനെ ഇവിടെ നിന്ന് രക്ഷിക്കുന്നതോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷീലിങ്ങിന്റെ അധികാരി ഷിയോതാങ്ങിനെ ആക്രമിക്കുന്നു. ആ ഒരു ആക്രമണത്താൽ അവൾ തെറിച്ചു പോകുന്നതാണ്. എന്നാൽ യേഹോങ് അവളുടെ ശക്തി ഉപയോഗിച്ച് ചുറ്റിനും ഒരു കൺഫൈൻമെന്റ് ഫോർമേഷൻ ഉണ്ടാക്കുന്നു. ആ ഒരു ശക്തി കൊണ്ട് അതിൽ തടുത്തു നിന്ന് അവൾ വീഴുന്നില്ല. ഷീലിങ്ങിന്റെ അധികാരിക്ക് അത് കണ്ട് ദേഷ്യമാകുന്നുണ്ട്. അതിനുശേഷം യേഹോങ് പറയുകയാണ്, ഈ ഫോർമേഷൻ തകർത്ത് നിനക്ക് പുറത്ത് കടക്കാനാകില്ല, പിന്നെയാണോ അവനെ രക്ഷിക്കുന്നത്? നിങ്കയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഷിയോതാങ്ങിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയല്ല യേഹോങ് പ്രയോഗിച്ചത്, മറിച്ച് അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഷീലിങ്ങിന്റെ അധികാരി പറയുകയാണ്, നീ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയുന്നില്ല എന്നാണോ വിചാരം? അതിനുശേഷം ഷിയോതാങ്ങിനെ പിടിച്ച് പുറത്താക്കാൻ മറ്റുള്ളവരോട് ഉത്തരവിടുന്നു. എന്നാൽ അപ്പോഴേക്കും കറുത്ത ഒരു ശക്തി വന്ന് ഷീലിങ്ങിലുള്ള എല്ലാവരെയും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഷീലിങ്ങിന്റെ അധികാരി പോലും ആ ഒരു ശക്തിയാൽ അല്പം തെറിച്ചു പോകുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, ലോങ്കിൻ രാജകുമാരനായിരുന്നു. യേഹോങ് അപ്പോൾ തന്റെ ഫോർമേഷനും പിൻവലിക്കുന്നു. പി ഷിയോതാങ്ങിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ലോങ്കി രാജകുമാരനാകട്ടെ ഫൈറ്റ് ചെയ്ത് ഷീലിങ്ങിന്റെ അധികാരിയെ കീഴടക്കുന്നു. അതിനുശേഷം അവൻ്റെ കഴുത്തിൽ വാള് വെച്ചിട്ട് പറയുകയാണ്, ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ആരും അവൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല. അവിടെ ലോങ്കി രാജകുമാരൻ അവരുടെ രക്ഷയ്ക്ക് എത്തിയത് കൊണ്ട് തന്നെ നിങ്കയ്ക്കും യേഹോങ്യുവിനും ഒക്കെ ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. ഷീലിങ്ങിന്റെ അധികാരി ലോങ്കി രാജകുമാരനോട് ചോദിക്കുകയാണ്, നിനക്ക് പ്രാന്താണോ? അപ്പോൾ ലോങ്കി രാജകുമാരൻ പറയുകയാണ്, അവരെ വെറുതെ വിടൂ.
ഹെവൻലി ഗോഡിന്റെ മകൾ ഇതേ സമയം സാങ്സാങ്ങിനോട് പറയുകയാണ് ഇത് അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും. സാങ്സാങ് പറയുകയാണ് ഒരിക്കലുമില്ല, എൻ്റെ യങ് മാസ്റ്റർ എന്നെ അന്വേഷിച്ചു വരും, അവർ ഇനിയും ജീവിക്കും. ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ് അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും മരിക്കും. സാങ്സാങ്ങിന് അത് കേട്ട് വിഷമമാകുന്നുണ്ട്. ലോക്കിൻ രാജകുമാരൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഷീലിംഗിന്റെ അധികാരിയോട് പിപിയെ വിടാൻ പറയുന്നു. അപ്പോഴേക്കും ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പാഞ്ഞു ചെന്ന് ലോക്കിൻ രാജകുമാരനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ വാള് വീശി ലോക്കിൻ രാജകുമാരൻ അവനെ തെറിപ്പിച്ച് കളയുന്നുണ്ട്. എന്നാൽ ആ അവസരം മുതലെടുത്തുകൊണ്ട് ഷീലിംഗിന്റെ അധികാരി അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ലോക്കിൻ രാജകുമാരന് ഒരു കുത്തു കൊടുക്കുന്നു. ആ ശക്തിയാൽ തെറിച്ചു പോകുന്ന ലോക്കിൻ രാജകുമാരനെ വീണ്ടും തന്റെ സ്റ്റിക്ക് എറിയുകയാണ് ഷീലിംഗിന്റെ അധികാരി. എന്നാൽ ലോക്കിൻ രാജകുമാരൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അത് നേരെ ഷിയോത്താങ്ങിനെ ലക്ഷ്യം വെച്ചാണ് പോയത്. അപ്പോൾ അവളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവളെ ചുറ്റിനും കെട്ടിപ്പിടിച്ച് പിപി വന്നു നിന്നു. എന്നാൽ പിപി മരിക്കാതിരിക്കാൻ ഷീലിംഗിന്റെ അധികാരി ഉടനെ തന്നെ ആ സ്റ്റിക്ക് പിൻവലിക്കുന്നു. അതിനുശേഷം ഷീലിംഗിന്റെ അധികാരി അവന്റെ ശക്തി ഉപയോഗിച്ച് ഷിയോത്താങ്ങിനെ പിപിയുടെ കരങ്ങളിൽ നിന്ന് വലിച്ച് നിലത്തെറിയുന്നു. ആ ഒരു ശക്തിയാൽ നല്ല ആഘാതം തന്നെ ഷിയോത്താങ്ങിനെ ഏൽക്കുന്നുണ്ട്. അത് കണ്ട് പിപിക്ക് ശരിക്കും ദേഷ്യമാകുന്നു. അവന്റെ ഫിംഗർ ശക്തി ഉപയോഗിച്ച് ഷീലിംഗിന്റെ അധികാരിയെ അവൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഷീലിംഗിന്റെ അധികാരി പറയുകയാണ് നിന്റെ ശക്തിയെല്ലാം ഹെവൻലി ഗോഡിന്റെ മകൾ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്, അക്കാര്യം നീ മറന്നുപോയോ? മര്യാദക്ക് അനുസരണയോടെ എല്ലാം നടക്കാൻ അനുവദിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഷിയോത്താങ്ങിനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷിയോത്താങ്ങിനെ ഷീലിംഗിന്റെ അധികാരി ടോർച്ചർ ചെയ്യുന്നു. അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാവുന്ന പിപി നിങ്കയുടെ പേര് വിളിക്കുന്നു. അപ്പോൾ തന്നെ നിങ്കയുടെ ഒരു സൂപ്പർ ഇൻട്രോയുണ്ട്. എയറിലേക്ക് ഉയർന്നു പൊങ്ങി അവൻ അവൻ്റെ അമ്പ് ഷീലിംഗിന്റെ അധികാരിയുടെ നേരെ പ്രയോഗിക്കുന്നു. അതിൻ്റെ ശക്തിയാൽ അവൻ തെറിച്ചു പോകുന്നുണ്ട്. വീണ്ടും ഒരു അമ്പ് വിടുമ്പോൾ അതവൻ തെറിപ്പിച്ച് കളയുന്നു. നിങ്കയെ കണ്ടു കഴിയുമ്പോൾ അതിശയത്തോടെ ഷീലിംഗിന്റെ അധികാരി പറയുകയാണ് നീ ഇവിടെ എത്തിയിരിക്കുകയാണോ? നിന്റെ താങ് സ്റ്റേറ്റ് നശിഞ്ഞത് തന്നെ. അപ്പോൾ നിങ്ക പറയുകയാണ് താങ് സ്റ്റേറ്റ് അല്ല, ഷീലിംഗ് ആണ് നശിയാൻ പോകുന്നത്. ഫൂസി ഷീലിംഗിന് ഏതാനും നാശനഷ്ടങ്ങളെ ഉണ്ടാക്കിയുള്ളൂ, ഞാൻ ഇവിടുത്തെ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. സാങ്സാങ് അപ്പോൾ സന്തോഷത്തോടെ പറയുകയാണ് എൻ്റെ യങ് മാസ്റ്റർ വന്നിരിക്കുന്നു. അപ്പോൾ ഹെവൻലി ഗോഡിന്റെ മകൾ പറയുകയാണ് എവിടെ അറവുകാരനും കുടിയനും ഹെവൻലി ഗോഡിന്റെ മകളുടെ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ പേടിച്ച് അവർ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും ഫസ്റ്റ് ബ്രദറും ഷിയോഷുവും അങ്ങോട്ട് വരുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ അറവുകാരനും കുടിയനും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഞങ്ങളുടെ വഴിക്ക് തടസ്സം നിൽക്കുന്നത്, ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ അവർ പറയുകയാണ് അറിയാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ തടയാൻ വേണ്ടി ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.